ഹായ്, നമ്മളേ പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ, അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിൾ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതിന് മുന്നേ വന്നപ്പോഴൊക്കെ ഡേ ടൈം രാവിലെ ഉച്ചക്കൊക്കെ വന്നത്. ഇവിടെ അന്വേഷിച്ചപ്പോൾ ഏർലി മോർണിംഗിൽ ഒരു 4 o'clock ഇവിടെ ഒരു സ്പെഷ്യൽ വർഷിപ്പൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. നല്ല റിച്വൽസൊക്കെ ഒരു ടിപ്പിക്കൽ രാവിലെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ രാവിലെ ഒരു 3:30 എഴുന്നേറ്റിട്ട് വന്നു. അതിൻ്റെ ബാക്കിയുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് കണ്ടറിയാം. ഓക്കെ, ആക്ച്വലി പിന്നെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന എൻ്റർ ചെയ്തത് മുതലുള്ള വഴി എന്ന് പറയുന്നത് ഭയങ്കര ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ നല്ല ഫുട്പാത്ത്, അതുപോലെ വാഹനങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യില്ല. 2 സൈഡിൽ ഒരുപാട് കടകൾ, ഏറ്റവും നീറ്റായിട്ട് അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഞ്ചാബിൽ സ്റ്റേഷനിൽ ഇറങ്ങിയത് മുതൽ നമുക്ക് കണ്ടത് ആ ഒരു ക്ലെൻലിനെസ് ഭയങ്കര നീറ്റായിട്ടാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. മറ്റുള്ള സ്റ്റേറ്റ് പോലെയല്ല, കുറച്ചും കൂടി നീറ്റാണ് അവിടെ. അവരുടെ രാവിലത്തെ വർഷിപ്പ് ഈ സമയത്ത് എല്ലാവരും ഗോൾഡൻ ടെമ്പിളിന് ചുറ്റും നിന്ന്, അപ്പുറത്തൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെയൊക്കെ കാണുന്നത് കംപ്ലീറ്റ് ആൾക്കാരാണ്. അതുപോലെ ഈ പോണ്ടിന്, ഈ ലേക്കിന് ചുറ്റും ഫുള്ള് ഇവരുടെ സിഖ് മതക്കാർ വന്നിട്ട് അവിടെ രാവിലത്തെ റിച്വൽസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിയലി വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ രാവിലെ വന്നാൽ പല സ്റ്റൈലിൽ അതിൻ്റെ ഒരു പിക്ചർ കിട്ടുമ്പോൾ ഭയങ്കര ഒരു അനുഭൂതി തന്നെയാണ് കേട്ടോ. ആക്ച്വലി എല്ലാ മതത്തിലും വ്യത്യസ്ത തരത്തിലുള്ള ഒരു റിച്വൽസും മറ്റൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മൾ എല്ലാ തലമുറകളും മക്കളൊക്കെ കണ്ട് അതിൻ്റെ ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നതൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിസ്കാരം പോലെ തന്നെ കാണുമോ ഓരോ റിച്വൽസ് എല്ലാം.